കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനവും ജനകീയ അടിത്തറയുമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ല കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരിക്കുമ്പോൾ തന്നെ ജില്ലയിലെ വൈപ്പിൻ സീറ്റ് എന്ന് പറയുന്നത് CPMൻ്റെ കുത്തകയായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമായിട്ടും വിലയിരുത്തപ്പെടുന്നു. തങ്ങൾ ഏതു കുറ്റിച്ചൂലിനെ മത്സരിപ്പിച്ചാലും വൈപ്പിനിൽ നിന്ന് വിജയിപ്പിക്കാം എന്ന ആത്മവിശ്വാസം CPM നേതൃത്വം പോലും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുമുണ്ട്. ദീർഘകാലം വൈപ്പിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് VS അച്യുതാനന്ദൻ്റെ കടുത്ത അനുയായിയും മുൻ മന്ത്രിയുമായ S ശർമ്മയായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം മാനദണ്ഡം കർശനമാക്കിയതിനെ തുടർന്ന് S ശർമ്മയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുകയും താരതമ്യേന അത്രയൊന്നും പ്രമുഖനല്ലാത്ത KN ഉണ്ണികൃഷ്ണൻ എന്ന നേതാവിനെ ഇവിടെ CPM മത്സരത്തിനിറക്കുകയും ചെയ്തു. ശർമ്മയുടെ പകുതി പോലും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും താരതമ്യേന ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിന്, അതായത് 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് KN ഉണ്ണികൃഷ്ണൻ വൈപ്പിൻ നിയോജക മണ്ഡലം CPMൻ്റെ കോട്ടയിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും MLA ആയിരുന്നാൽ പോലും എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ നേതാവായി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉയർന്നു വരുവാനൊന്നും ഈ KN ഉണ്ണികൃഷ്ണൻ എന്ന നേതാവിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനമെമ്പാടും ചർച്ചയായ ഒരു അപവാദ കഥയിലെ നായക കഥാപാത്രമായതോടെ ഉണ്ണികൃഷ്ണൻ്റെ പേര് മലയാളികൾക്ക് സുപരിചിതമായി തീരുകയായിരുന്നു. മെട്രോ ജേണൽ എന്ന വാർത്താമാധ്യമത്തിലും പിന്നീട് VS അച്യുതാനന്ദൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ്റെ യൂട്യൂബ് ചാനലിലുമാണ് ഈ അപവാദ കഥ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട CPMൻ്റെ ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്നും ഈ MLAയെ ആ വനിതാ നേതാവിൻ്റെ ഭർത്താവ് ഉച്ചനേരത്ത് പിടികൂടിയെന്നും അയാളെ മർദ്ദിച്ചവശനാക്കിയെന്നുമായിരുന്നു ഈ അപവാദ പ്രചാരണം. ഏതൊക്കെയാണെങ്കിലും ഈ അപവാദ കഥയിലെ നായികാനായകന്മാരായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയ KJ ഷൈൻ ടീച്ചറുടെയും അതുപോലെ തന്നെ KN ഉണ്ണികൃഷ്ണൻ എന്ന വൈപ്പിൻ MLAയുടെയും പേര് പ്രതിഷ്ഠിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾ വ്യാപകമായ സൈബർ ആക്രമണവും അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് തിരിച്ചടിക്കാൻ കിട്ടിയ ഒരു ആയുധം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സൈബർ പോരാളികൾ ഈ അപവാദ പ്രചരണം കൊഴിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും തങ്ങൾക്ക് നേരെ വ്യാപകമായ വ്യക്തിഹത്യ ഉണ്ടായപ്പോൾ KJ ഷൈൻ ടീച്ചറും KN ഉണ്ണികൃഷ്ണൻ MLAയും പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ KM ഷാജഹാനെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയും ചില സൈബർ പോരാളികളെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും വലിയ പരാതികളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇത് സ്വാഭാവികമായി കെട്ടടങ്ങുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ചുവടുവെക്കുന്ന ഈ ഘട്ടത്തിൽ KN ഉണ്ണികൃഷ്ണനെതിരെ ഉയർന്നു വന്ന ആ അപവാദ പ്രചാരണം തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയപ്പാട് CPMനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പുതുതായി രൂപപ്പെട്ടു വരുന്ന ചില സംഭവ വികാസങ്ങൾ. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം മാനദണ്ഡം KN ഉണ്ണികൃഷ്ണന് ബാധകമാകുകയില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ KN ഉണ്ണികൃഷ്ണൻ എന്ന സിറ്റിംഗ് MLAയെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ വീണ്ടും സ്വാഭാവികമായും മത്സരത്തിനിറക്കുവാൻ CPMന് തീരുമാനിക്കാവുന്നതാണ്. എന്നാൽ ഈ ഉണ്ണികൃഷ്ണൻ്റെ മത്സരരംഗത്തെ സ്ഥാനാർത്ഥി എന്ന സാന്നിധ്യം വൈപ്പിനിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന വലിയ ഭയപ്പാട് CPM നേതൃത്വത്തിന് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2026 ഉണ്ണികൃഷ്ണനെ വൈപ്പിനിൽ നിന്ന് മാറ്റി തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ പാർട്ടി ആലോചിക്കുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വിവാദത്തിൻ്റെയും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ മനോഭാവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ വൈപ്പിനിൽ നിന്ന് പരാജയപ്പെട്ടു പോയാൽ അത് പാർട്ടിക്ക് വലിയ മാനക്കേടായി മാറുകയും ഈ വിവാദം വീണ്ടും ചർച്ചാ വിഷയമാകുകയും ചെയ്യും. അതിനാൽ തന്നെ ഉണ്ണികൃഷ്ണനെ വൈപ്പിനിൽ നിന്ന് മാറ്റി അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാനാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. CPMൻ്റെ വനിതാ സംഘടനയായ മഹിളാ അസോസിയേഷൻ സെക്രട്ടറിയായ MB ഷൈനിനെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് 2026 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കുവാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാവണം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വൈപ്പിനിലേക്ക് പരിഗണിക്കുവാൻ CPM തീരുമാനത്തിലെത്തിയതെന്നും നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഉണ്ണികൃഷ്ണന് സീറ്റ് നിഷേധിച്ചാൽ ഈ അപവാദം ശരിവെക്കുന്നത് പോലെയാകുമല്ലോ എന്ന ആശങ്കയും ഈ ഘട്ടത്തിൽ CPMനെ അലട്ടുന്നുണ്ട്. അതിനാൽ തന്നെ എറണാകുളം ജില്ലയിലെ മറ്റൊരു സീറ്റിലേക്ക് ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കുവാനാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ സീറ്റിലേക്കാണ് ഉണ്ണികൃഷ്ണനെ പാർട്ടി മത്സരത്തിന് അയക്കുക. തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് CPMന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണെങ്കിൽ കൂടിയും 1991 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ 2011 പൊതു തെരഞ്ഞെടുപ്പ് വരെ തുടർച്ചയായി ഇവിടെ വിജയിച്ചു വന്നത് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന K ബാബുവായിരുന്നു.
ബാർക്കോഴ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2016 ബാബു തൃപ്പൂണിത്തറയിൽ പരാജയപ്പെട്ടെങ്കിലും 2021 CPMൻ്റെ യുവ നേതാവായ സിറ്റിംഗ് MLA M സ്വരാജിനെ പരാജയപ്പെടുത്തി ബാബു ഈ മണ്ഡലം കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ M സ്വരാജ് വീണ്ടും തൃപ്പൂണിത്തറ പിടിക്കുവാൻ ബാബുവിൻ്റെ അഭാവത്തിൽ CPM സ്ഥാനാർത്ഥിയാകുമെന്ന് വിലയിരുത്തപ്പെട്ടിടത്താണ് ഈ തീരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ശുപാർശ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വരാജിന് പകരക്കാരനായി KN ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തറ പോലൊരു മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണന് പരാജയം സംഭവിച്ചാലും പറഞ്ഞു നിൽക്കുവാൻ കഴിയുമെന്നും ഇത്തരം അപവാദ പ്രചാരണത്തിൽ കേന്ദ്ര കഥാപാത്രമായ MLAക്ക് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ ഇതിലൂടെ സാധിക്കുമെന്നുമുള്ള ആത്മവിശ്വാസവും പാർട്ടി കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കുവാനാണ് കോൺഗ്രസും UDFും ആഗ്രഹിക്കുന്നത്. ആകെയുള്ള 14 നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 12 എണ്ണമെങ്കിലും പരമാവധി 14 നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് VD സതീശനും എറണാകുളവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ട്. എറണാകുളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ്റെ ഹോം ടർഫ് എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം ജില്ല എന്ന നിലയിൽ എറണാകുളത്തിന് വലിയ പ്രാധാന്യവും UDF നേതൃത്വം കൽപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന് തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ നന്നേ വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള അവരുടെ സിറ്റിംഗ് സീറ്റായ കുന്നത്തുനാട് CPMന് 2026 കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ P രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി നിയോജക മണ്ഡലത്തിലും KJ മാക്സി പ്രതിനിധീകരിക്കുന്ന കൊച്ചി നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ആന്റണി ജോൺ പ്രതിനിധീകരിക്കുന്ന കോതമംഗലം നിയോജക മണ്ഡലത്തിലും വലിയ പോരാട്ടത്തെ CPM നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഘട്ടത്തിൽ താരതമ്യേന സുരക്ഷിതമായിരുന്ന വൈപ്പിൻ നിയോജക മണ്ഡലത്തിലും പാർട്ടിക്ക് വെല്ലുവിളി ഉണ്ടായിരിക്കുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് CPMനെ KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റുവാനും പകരക്കാരിയായി ഇവിടെ വനിതാ നേതാവിനെ കളത്തിലിറക്കുവാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നത് എന്ന കാര്യത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധവും വ്യക്തമാകുന്ന ചർച്ചകൾ തെളിയിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറയെ സംബന്ധിച്ച് K ബാബു മത്സരരംഗത്തു നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആരെത്തുമെന്ന കാര്യത്തിലും ചില ആശങ്കകളും അവ്യക്തതകളും നിലനിൽപ്പുണ്ട്. KPCC ഭാരവാഹിയായ രാജു P നായരുടെ പേര് ഇവിടെ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാ താരമായിട്ടുള്ള കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള രമേശ് പിഷാരടിയുടെ പേരും ഇവിടെ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2026 രമേശ് പിഷാരടിയെ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നും വ്യക്തമാകുന്നുണ്ട്. K ബാബുവിൻ്റെ വിടവ് നികത്തുവാൻ പര്യാപ്തനായിട്ടുള്ള തലയെടുപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃപ്പൂണിത്തറയിൽ ഇല്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു പ്രശ്നമാണ്. അതിനാൽ തന്നെ ഏറെ സൂക്ഷ്മതയോടുകൂടി തന്നെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള സർവേകളുടെ അടിസ്ഥാനത്തിൽ ജനസ്വീകാര്യതയെ ആധാരമാക്കി തന്നെയുള്ളൊരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും തൃപ്പൂണിത്തറയിൽ കോൺഗ്രസ് പാർട്ടിയും നടത്തുക. എന്നിരുന്നാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ KN ഉണ്ണികൃഷ്ണൻ വൈപ്പിനിൽ നിന്ന് തൃപ്പൂണിത്തറയിലേക്ക് എത്തുന്നതോടുകൂടി UDFനെ സംബന്ധിച്ച് തൃപ്പൂണിത്തറ നിലനിർത്തുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും എന്ന പൊതുവിലയിരുത്തലും ആത്മവിശ്വാസവും UDF ക്യാമ്പിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും സ്വന്തം തട്ടകമായ സിറ്റിംഗ് സീറ്റായ വൈപ്പിന് ഉപേക്ഷിച്ച് KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തറയിലേക്ക് CPM സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നതും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കിയ ചീത്തപ്പേര് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചീത്തപ്പേരിൻ്റെ പേരിൽ മണ്ഡലം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ CPM ഇവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു എന്നതുമായ കൗതുകകരമായ രാഷ്ട്രീയ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.